അപ്പോൾ നമ്മുടെ നാളത്തെ ചെമ്മനീർ പൂവിൻ്റെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി പ്രൊമോ വീഡിയോ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ സച്ചിയും മഹേഷും അതുപോലെ നമ്മുടെ ശ്രീകാന്തും കൂടി നമ്മുടെ അന്ന് ആ കഞ്ചാവ് നടത്തിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ ആ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് അവിടുത്തെ CCTV ഫുട്ടേജ് പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ പറയുകയാണ്, ഇവിടുത്തെ CCTV ഫുട്ടേജ് ഇപ്പോൾ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, അതിനകത്ത് നിങ്ങൾ പറയുന്ന കണക്കുള്ള രേഖകളൊന്നുമില്ല, അത് താനേ ഡിലീറ്റായി പോയി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണേ, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൂടെ, പ്രത്യേകിച്ചൊന്നും നോക്കാനൊന്നും ഇല്ലെന്നേ, അതെല്ലാം ഡിലീറ്റാണ്, ആ ഡേറ്റിലുള്ള ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, എന്നാലും എടാ ശ്രീ, നിനക്കിത് എന്നോട് പറയാമായിരുന്നില്ലേ? നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്തിനാ എന്നിൽ നിന്ന് ഇതൊക്കെ ഒളിച്ചു വെച്ചത്? എങ്കിലുണ്ടല്ലോ ഇത്രയും വലിയ വിഷമം നമുക്ക് വരില്ലായിരുന്നല്ലോ, ആ സമയത്ത് തന്നെ അതിന് വേണ്ടുന്നത് നമുക്ക് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ശ്രീയുടെ വായിൽ നിന്ന് നമ്മുടെ സച്ചി മനസ്സിലാക്കുകയാണ്, രേവതിക്ക് ആ കാര്യം അറിയാമായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ആണോ, രേവതിക്ക് അറിയാമായിരുന്നോ? എന്നിട്ട് രേവതി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ രേവതി അടുക്കളയിലാണ്, നമ്മുടെ ചന്ദ്രാലയത്തിൽ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ ഓരോരോ പണികളൊക്കെ നമ്മുടെ രേവതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് പറന്ന് ചെല്ലുന്നത്. ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സച്ചി രേവതി എന്ന് വിളിച്ച് ഇങ്ങനെ അലറിക്കൊണ്ടാണ് ചെല്ലുന്നത്. ചെന്ന പാടെ പുള്ളിക്കാരൻ അവിടെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം, പ്ലേറ്റുകളെല്ലാം വാരി നിലത്തെറിഞ്ഞ് ഉടച്ച് കളയുകയാണ്. കൈ കിട്ടിയ പാത്രങ്ങളെല്ലാം വാരിയിട്ട് ഉടയ്ക്കുകയാണ്. അപ്പോൾ രേവതി ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. രേവതി ചോദിക്കണേ, എന്തായി കാണിക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, നിനക്കറിയില്ലായിരുന്നു എൻ്റെ വണ്ടിയിൽ കഞ്ചാവ് കടത്തിയത് ആരാണെന്ന്? പറയടി, നിനക്കറിയില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. സച്ചിയുടെ ഭീകരമായ മുഖം കണ്ടിട്ട് രേവതി അങ്ങ് ഭയന്ന് പോവുകയാണ്. കാരണം അത്രയും ദിവസം വളരെ സോഫ്റ്റായിട്ട് വളരെ കാമായിട്ട് കൂളായിട്ട് നിന്നൊരു പുള്ളിക്കാരനാണ്. പെട്ടെന്ന് ഇങ്ങനെ പെരുമാറിയപ്പോൾ നമ്മുടെ രേവതി ശരിക്കും പറഞ്ഞാൽ ഭയന്ന് പോവുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കണം, സത്യം പറയടി, നിനക്കറിയില്ലായിരുന്നോ? ആരടി എൻ്റെ വണ്ടിയിൽ ആരടി കഞ്ചാവ് വെച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി ദേഷ്യപ്പെടുകയാണ് രേവതിയോട്. രേവതി പെട്ടെന്ന് എന്നിങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് രേവതി. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് തീരുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നല്ലൊരു അടിപൊളി എപ്പിസോഡായിരിക്കും നാളത്തേതെന്ന്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ചെമ്പനീർ പൂവിൻ്റെയും ഇന്നലത്തെ എപ്പിസോഡായിട്ടുള്ള മൗനരാഗത്തിൻ്റെയും മാത്രം റിവ്യൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ മഴയല്ല, ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഇന്ന് മുഴുവനും അതായിരുന്നു, പവർ കട്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് 5 മണി വരെ പവർ കട്ടായിരുന്നു. പിന്നീട് കറണ്ട് വന്നതിന് ശേഷമാണെങ്കിലുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ മിന്നി പൊയ്ക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മിക്കവാറും ഇന്നത്തെ ഞാൻ സാധാരണ ചെയ്യുന്നത് മൗനരാഗവും അതുപോലെ തന്നെ നമ്മുടെ ചെമ്പനീർ പൂവും പത്തര മാറ്റും ഗീതാ ഗോവിന്ദം, പിന്നെ ഇടയ്ക്കൊക്കെ സാന്ത്വനത്തിൻ്റെയും ഇത്രയും എപ്പിസോഡുകൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൊമോ വീഡിയോകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോകളൊക്കെ മിക്കവാറും നാളെ ആയിരിക്കും വരുന്നത്. നാളത്തെ എപ്പിസോഡും ഇന്നത്തെ എപ്പിസോഡും കൂടി മിക്സ് ചെയ്തായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ ഡേറ്റ് നോക്കിയിട്ട് 2-ാം തീയതിയിലുള്ള എപ്പിസോഡ് നിങ്ങൾ ആദ്യം കാണുക, അതിനുശേഷം 3-ാം തീയതിയിലുള്ള എപ്പിസോഡ് കാണുക. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തന്നേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റുകളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല, എന്ത് പറ്റിയാണെന്ന് അറിയില്ല. കമൻറ്റൊക്കെ നന്നായിട്ട് വന്നുകൊണ്ടിരുന്നതായിരുന്നു, ഇപ്പോൾ എല്ലാവരും മടി പിടിച്ചെന്ന് തോന്നുന്നു. എന്തായാലും എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് നാളെ രാവിലെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.